വയനാട് സുൽത്താൻ ബത്തേരിയിൽ 2 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഉന്നതതല യോഗം ചേരുകയാണ്. രോഗലക്ഷണങ്ങളുള്ള 443 പേരാണ് ബത്തേരിയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 68 പേർ അഡ്മിറ്റിലാണ്. 163 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. രോഗവ്യാപനം തടയാൻ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആശുപത്രികൾ, സ്കൂളുകൾ, വീടുകൾ എന്നിവിടങ്ങളിൽ പാലിക്കേണ്ട പ്രോട്ടോക്കോളും ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ഇടങ്ങളിലും ഷിഗല്ല വെല്ലുവിളികളും ആശങ്കയും ഉണ്ടെങ്കിലും വയനാട് ജില്ലയിലാണ് ഇത് ഏറ്റവും അധികം കൂടുതൽ. അതുകൊണ്ട് വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ആരോഗ്യവകുപ്പ് തുടക്കമിട്ടിരിക്കുന്നത്. പ്രത്യേക പ്രോട്ടോകോൾ ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചതിൽ 2 റിസൾട്ട് ഇന്നലെ വന്നു. ആ 2 റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനും ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് നടപ്പിലാക്കുകയുണ്ട്. ഒന്നാമത്തെ കാര്യം, ശുചിത്വം വളരെ കൃത്യതയോടുകൂടി ഹോസ്പിറ്റലിലും സ്കൂളുകളിലും വീടുകളിലും 3 നിർബന്ധമായും അനുവർത്തിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ മീറ്റിംഗിൽ വിശദമായി ചർച്ച ചെയ്തു. അതിന്റെ ഭാഗമായി ഇപ്പോൾ DMO അതിന്റെ വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കും. ചൂടുവെള്ളം നിർബന്ധമായും ചൂടുവെള്ളം മാത്രമേ കഴിക്കാവൂ. ഹാൻഡ് വാഷിംഗ് 20 സെക്കൻഡ് നീളുന്നതായിട്ടുള്ള ഹാൻഡ് വാഷിംഗ് നിർബന്ധമാണ്. അങ്ങനെ തുടങ്ങി കുറച്ച് പ്രോട്ടോകോൾസ് DMO, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഈ മീറ്റിംഗിൽ പങ്കുവച്ചു. ഇത് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന പാംപ്ലെറ്റുകൾ ഇന്ന് തന്നെ പ്രിന്റ് ചെയ്ത് മുഴുവൻ സ്കൂളുകളിലും വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ വീടുകളിലേക്കുമൊക്കെ എത്തിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ഇതാണ് തയ്യാറെടുപ്പുകൾ ആരോഗ്യവകുപ്പിൻ്റേത്. ഇന്ന് വൈകിട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരനും വയനാട്ടിലെത്തുന്നുണ്ട്. അതനുസരിച്ചുള്ള യോഗം ചേർന്നുകൊണ്ട് സാഹചര്യങ്ങൾ വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വയനാട് കേന്ദ്രീകരിച്ച് ഷിഗല്ല രോഗലക്ഷണങ്ങൾ, രോഗബാധിതർ ഈ രീതിയിൽ ഉണ്ടാകുന്നു എന്ന പരിശോധനയാണ് നടത്തുന്നത്. ആശങ്കപ്പെടുന്ന കാര്യങ്ങൾ അവിടെയുണ്ട്. 2 പേർക്കേ രോഗസ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളെങ്കിൽ കൂടിയും 400-ൽ പരം ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്നതാണ് സാഹചര്യം. എന്താണ് ഷിഗല്ല ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം വിശദമായി നോക്കാം. ഷിഗല്ലയുടെ ലക്ഷണം ഇതാണ്: വയറിളക്കം, വയറുവേദന, പനി, ഇടവിട്ട് മലശോധനയ്ക്കുള്ള തോന്നൽ. ഇതൊക്കെയാണ് പൊതുവിൽ കാണുന്ന ലക്ഷണം. അതുകൊണ്ട് നമ്മൾ ഇത്തരം ലക്ഷണങ്ങളുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. മഴക്കാലമാണ്, പലതരത്തിലുള്ള രോഗബാധ സാധ്യതയുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നതാണ് ഇതിൻ്റെ ലക്ഷണം. ഇനി രോഗകാരണം എന്താണ് നമുക്ക് വിശദമായി നോക്കുമ്പോൾ, രോഗത്തിൻ്റെ കാരണമായി പൊതുവിൽ കണ്ടെത്തുന്നത് ഒന്ന് മലിനമായ ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം, ഈ രോഗബാധിതരുമായുള്ള സമ്പർക്കം, കൈകൾ നന്നായി കഴുകാതിരിക്കുക, ഇതൊക്കെയാണ് പൊതുവിൽ രോഗം പടരാനും ഒപ്പം തന്നെ രോഗകാരണവുമായി മാറുക എന്നതാണ്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കണം. പ്രത്യേക ഒരു മിഷൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് ഒരു പ്രോട്ടോകോൾ, സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഇത് സംബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വയനാട്ടിൽ മാത്രമല്ല എല്ലായിടങ്ങളിലും ഈ ജാഗ്രത ഉണ്ടാവണമെന്നാണ് സാഹചര്യം. എന്താണ് വയനാടിൻ്റെ പൊതുചിത്രം നോക്കാം. വയനാട്ടിൽ നിന്നും ജയരാജ് ചേരുന്നുണ്ട്. ജയരാജ്, ഈ തരത്തിൽ വൈകിട്ട് ഉന്നതതല യോഗം ചേരുമ്പോൾ എന്താണ് ഉള്ള തയ്യാറെടുപ്പ്? പ്രോട്ടോകോൾ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട് വയനാട്ടിൽ കൂടുതൽ രോഗലക്ഷണങ്ങൾ ഉള്ളവരുണ്ടാകുന്നു? എന്തുകൊണ്ട് വയനാട്ടിൽ ഇതിൻ്റെ ഒരു രോഗപടർച്ച ഉണ്ടാകുന്നു എന്ന ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ടോ? അത് സംബന്ധിച്ച പരിശോധനയുണ്ടോ? തീർച്ചയായും ഇന്ന് ഉന്നതതല യോഗം രാവിലെ ചേർന്നു. ആരോഗ്യ വിഭാഗവും അതുപോലെ തന്നെ കൃഷി മന്ത്രിയും ഒക്കെ ചേർന്നിട്ടുള്ള, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന കൗൺസിലർമാരും എല്ലാവരും കൂടിയുള്ള ഒരു ഉന്നതതല യോഗമാണ് ഇപ്പോൾ നടന്നത്. എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ടാണ് വയനാട്ടിൽ മാത്രം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകും, അല്ലെങ്കിൽ അതിനുള്ള ഒരു പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് നമുക്കും ഇപ്പോൾ കിട്ടുന്ന ഒരു അറിവ്. എന്തായാലും ആശുപത്രികളും അതുപോലെ തന്നെ സ്കൂൾ, വീടുകൾ എന്നിവിടങ്ങളിലൊക്കെ പാലിക്കേണ്ട ഒരു പ്രോട്ടോകോളുകളൊക്കെയാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ സംഭവം നടന്ന നെന്മേനി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഇന്ന് അവരുടെ യോഗം നടത്തി ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കും. അതുപോലെ തന്നെ
എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സമീപ പഞ്ചായത്തുകളിലും ഇതിന്റെ ഒരു ഇതുവരെയുള്ള ഒരു സ്ഥിതിഗതികൾ പരിശോധിക്കുകയും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ രോഗബാധിതരുടെ സഹോദരങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിരീക്ഷണം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ചെറിയ രീതിയിലെ രോഗലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചികിത്സ ഉറപ്പാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ന് തൊട്ട് തന്നെ വലിയ രീതിയിലുള്ള, അതായത് കിണറുകളിലെല്ലാം ക്ലോറിനേഷൻ ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ അതുപോലെ കുടിവെള്ളം വരുന്ന അല്ലെങ്കിൽ കുടിവെള്ള സ്രോതസ് പരിശോധിച്ച് അവിടെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ വൃത്തിഹീനമായി അല്ലെങ്കിൽ കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കുക. ഇത് തീർച്ചയായും ഇത് വെള്ളത്തിൽ നിന്നാണ് പകർന്നതെങ്കിൽ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നിഗമനമുള്ളത്. വെള്ളത്തിൽ നിന്നോ അല്ലെങ്കിൽ പഴകിയ ഭക്ഷണ സാധനങ്ങളിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ രോഗം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്തുള്ള ഒരു തീരുമാനം കിണറുകൾ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ജയരാജ്, പൊതുവിൽ വയനാട്ടില് ചികിത്സാ സൗകര്യങ്ങളുടെ കുറവ് അനുഭവപ്പെടുന്ന ജില്ലയാണല്ലോ. നിരവധി തന്നെ പരാതികൾ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ഷിഗല്ല രോഗബാധ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് എന്ത് തയ്യാറെടുപ്പാണ്? ജില്ലയ്ക്ക് പുറത്തേക്ക് ആളുകളെ മാറ്റേണ്ട സാഹചര്യമുണ്ടോ? അങ്ങനെ ആലോചനകൾ നടക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ നമ്മൾ അധികം ആളുകളില്ല. ഏകദേശം 40ഓളം ആളുകളാണ് ഇപ്പോ ഈ ചികിത്സയിലുള്ളത്. 39-40 ആളുകൾ. അതില് ഒരാളാണ് മുതിർന്ന ആളുള്ളത്, ബാക്കി കുട്ടികളാണ്. പക്ഷെ ഇപ്പോൾ അവർക്കുള്ള ഒരു ആശുപത്രികൾ ഇപ്പൊ ബത്തേരിയിലാണെങ്കിലും പിന്നെ അധികം ആളുകളും സ്വകാര്യ ആശുപത്രിയിലാണ്. കാരണം വീടുകളിൽ നിന്ന് തന്നെ കൊണ്ടുപോയതുകൊണ്ട്. അപ്പൊ അവർക്കുള്ള ചികിത്സാ ചെലവുകൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഇന്ന് മന്ത്രിയുമായി അന്വേഷിച്ചപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദീകരണം പിന്നീട് തരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ സ്വകാര്യ ആശുപത്രികളിലൊക്കെ ആയിട്ട് ആളുകൾ ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കുറഞ്ഞ ഒരു എണ്ണം മാത്രമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം തോന്നുന്നില്ല. അതുപോലെ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജും കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും. അതുപോലെ സ്വകാര്യ ആശുപത്രികൾ, വിംസ് ഹോസ്പിറ്റൽ പോലെയുള്ള ഈ ആശുപത്രികളൊക്കെ ഉണ്ട്. അപ്പൊ കൂടുതലും രക്ഷിതാക്കൾ സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടികളെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ബത്തേരിയിലും 19ഓളം കുട്ടികൾ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ചികിത്സയുമായിട്ട് അത്തരത്തിലൊരു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇതാണ് സാഹചര്യം. എന്തായാലും പ്രത്യേക പ്രോട്ടോകോൾ പ്രഖ്യാപിച്ച ഒരു മിഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഷിഗല്ല രോഗബാധ, നമ്മൾ പലപ്പോഴും ഇത്തരം രോഗാവസ്ഥകളെ മറികടന്നുള്ള സ്റ്റേറ്റാണ് കേരളം. നമുക്ക് പൊതുജനാരോഗ്യ രംഗത്തൊരു പ്രോട്ടോകോളുണ്ട്, ഒരു സംവിധാനമുണ്ട്. അത് ഫലപ്രദമായി പ്രവർത്തിക്കേണ്ട സമയമാണ്. എല്ലാവരും ഒന്നിക്കുക, ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക, ഒന്നിച്ച് പോവുക എന്നതാണ് പ്രധാനം. നമ്മൾ ഏത് രീതിയിൽ ഇതിനെ ചെറുക്കണം, എന്താണ് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത് എന്ന കാര്യം കൂടി നമുക്ക് വിശദമായി നോക്കാം. പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അമർ ഫിറ്റ്ൽ അടക്കമുള്ളവർ നമുക്കൊപ്പം ചേരും. എന്തായാലും സംസ്ഥാനത്ത്, ഇത് വയനാട് ജില്ലയിൽ മാത്രമാണ്, സംസ്ഥാനത്ത് പൊതുവിലും പാലിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച ഒരു കൃത്യമായ നിർദ്ദേശം ആരോഗ്യവകുപ്പിൽ നിന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ആരോഗ്യവകുപ്പ് സംസ്ഥാന അടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ, അതിൻ്റെ സാഹചര്യങ്ങൾ എന്താ എന്ന കാര്യം കൂടി നമുക്ക് വിശദമായി നോക്കാം. സാരംഗ് സുധാകരൻ, സാറിലേക്ക് വരാം. ഡോക്ടർ അമർ ഫെറ്റിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്വാഗതം ഡോക്ടർ. നമ്മൾ പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങളെ ചെറുത്ത സ്റ്റേറ്റാണ്. നമുക്ക് അനുഭവമുണ്ട്, പരിചയമുണ്ട്. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾക്ക് അതിനുള്ള കരുത്തുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.